സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന സിനിമ കണ്ടു. ഞാൻ എന്തായാലും സത്യം മാത്രം ബോധിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വീഡിയോസ് ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമുക്ക് പതിവ് പോലെ പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ്, ഇതിൽ സുധീഷ് എന്ന അഭിനേതാവിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിലെ അഭിനേതാവിനെ ഇങ്ങനെ ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായത്. ആൻഡ് അദ്ദേഹം അത് അത്യാവശ്യം രസകരമായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പോസിറ്റീവായിട്ട് തോന്നിയത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ തന്നെയായിരുന്നു. പക്ഷേ പറ്റിപ്പോയത് എന്താണെന്ന് വെച്ചാൽ, ഒരു സിനിമയിൽ സലിംകുമാർ പറയില്ലേ, നല്ല ടേപ്പ് റെക്കോർഡറാണ് പക്ഷേ ഫിറ്റ് ചെയ്തത് പഴയ ട്രാക്ടറിലായി പോയെന്ന് എന്ന് പറഞ്ഞ പോലെ ഈ സിനിമയിൽ എന്തിനാണ് അത്രയും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് സ്ലോ മോഷനുകൾ കൊണ്ടുവന്നത് എന്നുള്ളത്. അതായത് പെട്ടെന്ന് ലോട്ടറി അടിച്ചതുപോലെ എന്തോ കിട്ടി, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് നായകൻ തിരിഞ്ഞ് നടക്കുമ്പോഴൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്യാൻ ശ്രീനിവാസനോട് ഒരു സിനിമയിൽ 25 സ്ലോ മോഷനുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണോ അഭിനയിപ്പിച്ചതെന്ന് പോലും എനിക്ക് സംശയം തോന്നിപ്പോയി. അങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിച്ചു എന്ന രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് അനുഭവപ്പെട്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു വർക്ക് ആ സൈഡിൽ നടന്നിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്തു. മൂന്നാമത്തെ ഒരു പോസിറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ ഫസ്റ്റ് ട്വിസ്റ്റാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റായിരുന്നു. ആ ട്വിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അതുവരെ സിനിമ വളരെ പതുക്കെ പോവുകയും ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് സിനിമ ഇതെന്തോ സംഭവം ഇനി വരാനുണ്ട് എന്ന ഫീല് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. നെഗറ്റീവ്സിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ നെഗറ്റീവായിട്ട് അനുഭവപ്പെട്ടത് നായകൻ എന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തിലെ തോൽവികളാണ്. കുഞ്ഞിരാമായണത്തിൽ കുട്ടേട്ടൻ്റെ ഒരു ഫോട്ടോ തരുമോ പേഴ്സിൽ വെക്കാനാ എന്ന് പറയുന്ന ലാലു പഠിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായാൽ എങ്ങനെ ഇരിക്കുമോ അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് ധ്യാൻ്റെ കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ബോഡിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റിനെ കേന്ദ്രീകരിച്ച് അന്വേഷിക്കാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും പുറകെ പോയിട്ട് കാര്യമില്ല, ഇനി ഈശ്വരൻ തരുന്ന തെളിവാണ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ആ എൻറ്റയർ സിനിമയിൽ ഒരിടത്ത് പോലും ധ്യാൻ ശ്രീനിവാസൻ്റെ കഥാപാത്രത്തിൻ്റെ ബുദ്ധിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഒന്നും തെളിയിക്കുന്നില്ല. എല്ലാം എന്തൊക്കെയോ ഭാഗ്യത്തിന് ആരൊക്കെയോ പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫോൺ ചെയ്യുന്നു, സിഗരറ്റ് വലിക്കുന്നു, ഇടയ്ക്ക് മദ്യപിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ആ കഥാപാത്രത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു. സാധാരണ മലയാള സിനിമയിൽ നായികമാർക്കൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ നായകനെ ഇങ്ങനെ നിർത്തുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. രണ്ടാമത്തെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് എഡിറ്റിംഗ് ആണ്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ചൊരു സംഭവമൊന്നും നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യിക്കാതെ സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനാവശ്യമായ കുറേ ഷോട്ടുകൾ അല്ലെങ്കിൽ കുറേ ക്ലിപ്പുകൾ അറിയാതെയൊക്കെ അതിൽ ഇൻസേർട്ടായി പോയതാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന പോലെ ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞ കുറച്ച് കട്ടുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അതുപോലെ ധ്യാൻ ശ്രീനിവാസൻ്റെ സ്ലോ മോഷൻ മൊമെൻറ്റുകൾ അതൊക്കെ കട്ട് ചെയ്ത് കളയാമായിരുന്നു എന്ന് തോന്നി. കാര്യം യാതൊരു ഹീറോയിസവും ഇല്ലാതെ ഞാൻ ഇപ്പം എല്ലാം ശരിയാക്കിയിട്ട് വരാമെന്നുകൊണ്ട് കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ട് തിരിഞ്ഞ് നടക്കുമ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. മൂന്നാമത്തെ ഒരു നെഗറ്റീവായി തോന്നിയത് വല്ലാതെ കൺഫ്യൂസ്ഡ് ആക്കിയ ഒരു കോർ തീം ആയിപ്പോയി എന്ന് തോന്നി. ആദ്യത്തെ ട്വിസ്റ്റ് ഗംഭീരമായിരുന്നു എന്ന് പറയുമ്പോഴും അതിനുശേഷം വരുന്ന ട്വിസ്റ്റുകളും അതുമായി ബന്ധപ്പെട്ടുള്ള സീക്വൻസുകളൊന്നും ഒട്ടും കൺവിൻസിംഗ് ആയി തോന്നിയില്ല. എന്നാൽ ആവശ്യത്തിന് കൺഫ്യൂസിംഗും ആയിരുന്നു എന്നാണ് അനുഭവപ്പെട്ടത്. എന്തായാലും ഈ മർഡർ മിസ്റ്ററി ത്രില്ലർ സിനിമകളൊക്കെ എടുക്കാൻ ശ്രമിക്കുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ ഷോർട്ട് ഫിലിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും ഇനി ഇതൊന്നുമല്ല എനിക്കൊരു 10-20 ത്രില്ലർ കണ്ട അനുഭവമൊക്കെ ഒരുമിച്ചൊരു പുസ്തകത്തിൽ നിന്ന് കിട്ടണം എന്നാണെങ്കിൽ നിർബന്ധമായി നിങ്ങൾ വായിച്ചിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പുസ്തകത്തിൻ്റെ പേര് പറയാം. ഒരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. ഡോക്ടർ ബി ഉമാദത്തൻ എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകം വായിച്ചിട്ടുള്ള ഒരാൾക്ക് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ജൂനിയർ പോലീസ് ഉദ്യോഗസ്ഥനോട് വെടിയുണ്ടയുടെ ഒന്നും പുറകെ പോയിട്ട് കാര്യമില്ല, ഇനി ഈശ്വരൻ തരുന്ന തെളിവാണ് നമ്മൾ കാത്തിരിക്കേണ്ടത് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒട്ടും റിസർച്ച് ചെയ്യാത്ത, ഒട്ടും താല്പര്യമില്ലാതെ എഴുതിയുണ്ടാക്കിയതുപോലെയാണ് ഫീൽ ചെയ്യുക. അങ്ങനെ പുസ്തകങ്ങളിലൂടെയും സിനിമകളിലൂടെയും ഒത്തിരി ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ്സൊക്കെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഓഡിയൻസിന് മുന്നിലേക്ക് സിനിമ കൊണ്ടുവരുമ്പോൾ കുറേ കൂടി ശ്രദ്ധിക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. അതുതന്നെയാണ് ഏറ്റവും അവസാനം പറയാനുള്ളൊരു മിസ്റ്റേക്ക്. സ്ക്രിപ്റ്റിൽ ഒത്തിരിയധികം ശ്രദ്ധിക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക.